ശരിക്കും നാളേക്കൊക്കെ എനിക്ക് അസൈൻമെൻ്റൊക്കെ കൊടുക്കാണ്ട്. ഇഗ്നോൻ്റെ നാളെ ലാസ്റ്റ് ഡേറ്റ് എന്നല്ല, നാളെ അസൈൻമെൻറ്റ് കൊടുക്കാൻ നടക്കണേ. പക്ഷെ ഞാനൊന്നും ഞാൻ എഴുതിയതല്ല. ഞാനെഴുതിയെന്ന് വെച്ചാൽ ഒരു ഹെൽപ്പ് ചെയ്താണ്ട് ഒരു മിസ് ചെയ്ത് തന്നതാണ്. എഴുതി ഇനി കുറേ ശരിയാക്കാണ്ട്. ഇതൊക്കെ ശരിയാക്കണം. കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യങ്ങൾ എഴുതണം. ഇതൊക്കെ റെഡിയാക്കാണ്ട്. ഇപ്പം ശരിക്കും 11:15 കഴിക്കണം. കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് പോയി ഇതൊക്കെ ഒന്ന് വാങ്ങാനും, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വന്നിട്ട് ഫോൺ വാങ്ങിന് കുറച്ച് നേരം ഇരുന്ന്. ഇനി നാളെ അല്ല, തിങ്കളാഴ്ചയാണ് കൊടുക്കേണ്ട സംഭവം. ഇതൊക്കെ റെഡിയാക്കാൻ ഞാൻ നിൽക്കണം. ഒരു ചടപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഭാഗ്യമാണ്. പക്ഷേ കഴിയണം. അതിൻ്റെ ഒരു ചുറ്റുപാടിലാണ്. എന്ത് ചെയ്യലേ? മടി പിടിച്ചാൽ ശരിക്കും ഇതൊന്നോ ചെയ്യായിരുന്നു. നമ്മളെ മടി കാരണം ഇങ്ങനെ എന്ത് ചെയ്യാനോ. തീരുമാനിച്ചു, ഞാനിത് റെഡിയാക്കാൻ തീരുമാനിച്ചു. അപ്പം ഇനി ഈ അസൈൻമെൻറ്റുകളൊക്കെ ഓരോന്ന് ശരിയാക്കണം. ഇത് ബൈൻഡ് ചെയ്യാൻ എനിക്കറിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ബൈൻഡ് ചെയ്യാനേ അങ്ങനെയല്ല എല്ലാവരും പഠിക്കുക. അതൊക്കെ പാടെ പഠിച്ചിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല. ഇഗ്നോൻ്റെ ആണ്, ആർക്ക് വേണ്ടേ, പ്രൊഫഷണലാവണ്ടേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താണ്ട് ഇനി അപ്പോൾ ഇതൊക്കെ ചെയ്യാണ്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേന് ചെയ്യാം. നാളെ അല്ല, ശരിക്കും തിങ്കളാഴ്ച ചെയ്താൽ മതി. പക്ഷേ നാളെ എനിക്ക് കുറേ പരിപാടി ഉണ്ട് വേറെ. ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു. വീഡിയോ എടുത്തിട്ട് ചടപ്പുണ്ടാണ് ചെയ്യണേന്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ കാണും. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ വെക്കണം. സംഭവം ഇഗ്നോൻ്റെ എങ്ങനെ ചെയ്യാന്നറിയില്ലല്ലോ. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കണം. ഞാൻ സംഭവം സോഷ്യോളജി എടുത്തിരിക്കണേ. അപ്പോൾ എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് 10 ക്വസ്റ്റ്യൻ അല്ലത്. 10 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ 500 വേർഡ്സിനുണ്ടാവും. 500 വേർഡ്സിന് പറഞ്ഞാൽ 125 പേജ് ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇന്നല്ല കേട്ടോ, എന്നോ റെഡിയാക്കഴിഞ്ഞു. പക്ഷേ മടി എനിക്ക് സത്യം പറയാം പിരാന്ത് പിടിക്കേണ്ടപ്പോൾ എന്ത് ചെയ്യാനോ. എന്താ ചെയ്യുക? ഓരോ ചോദ്യങ്ങൾ വായിക്കണം. എന്തൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം കെട്ടാനോ. ഇതൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം. 2 വാങ്ങിക്കണം ഞാൻ. എന്താക്കാനുള്ള വേല. ഇന്ന് തന്നെ രാത്രി ശരിയാക്കിയാൽ നാളെ കുറേ റിസ്ക് എടുക്കണ്ട. നാളെ കുറേ പണിയെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു പണിയുണ്ട്. ഇതൊക്കെ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? അതാണ് മെയിൻ ചോദ്യം. ഇതൊന്നും ചെയ്യാല്ല, നമ്മൾ തന്നെ ഇതൊക്കെ റെഡിയാക്കുക. ചോദ്യങ്ങൾ വായിക്കണം. അസൈൻമെൻറ്റ് റെഡിയാക്കാൻ ടൂൾസാണ് ഞാൻ കാണിച്ചത്. ഇത് പശ ബൈൻഡ് ചെയ്യാല്ലേ, ഇത് കളറ്, പിന്നെ ഇത് നമ്മളെ സ്കൂളിൽ പഠിച്ചിട്ട് മിസ്സിൻ്റെ ഇത് വാങ്ങിക്കൊണ്ട പഞ്ച് ചെയ്യാനാണ് കരുതിയിരിക്കണേ. ആദ്യം ഞാൻ കരുതിയിരുന്നത് പിന്നെ നമ്മളെ കോൺക്രീറ്റാണ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് അങ്ങനെ കെട്ടണം. ഇത് ചെയ്ത് നോക്കട്ടെ. ഇനി അസൈൻമെൻറ്റുകളാണ് ഉള്ളത് എഴുതി വെച്ചത്. പിന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ പേപ്പർ. ഇത് എന്താ പറയുക, ചട്ട വെക്കാനുള്ളത്. ഇതൊക്കെ വെച്ചിട്ട് ഫൈനൽ ലുക്ക് നമുക്ക് നോക്കിയേക്കാം ശരിയാവുമെന്ന്. അല്ലാതെ വരാം. എന്തായാലും നോക്കി നോക്കട്ടെ. ലാസ്റ്റ് എൻ്റെ ലുക്കൊന്ന് നോക്കിയേക്കാം. മൂഞ്ചി എന്താ വെച്ചാൽ ഞാൻ ബ്ലാക്ക് മഷ വേണം. ഞാൻ അസൈൻമെൻറ്റൊക്കെ റെഡിയാക്കാൻ എഴുതാൻ വേണ്ടിയിട്ടേ കുറച്ചും കൂടി കവറിൽ എഴുതാൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. വെളിഞ്ചത്തിൽ ബ്ലൂ ആണ് ഞാൻ വാങ്ങി പോന്നപ്പോൾ മറന്ന് ബ്ലാക്ക് പേന വാങ്ങാൻ. ഇപ്പോൾ ഈ രാത്രി വന്ന് ഇപ്പോൾ 11:25 ആയിക്കണം. റൂമിലിങ്ങനെ തിരയാണ്. പേന കിട്ടിയാൽ കഴിച്ചിലായി എന്ന് വെച്ച് ഏകദേശമൊക്കെ ഫിനിഷാക്കാം. അല്ലെങ്കിൽ നാളെ കുറേ പണിയുണ്ട്. എന്ത് ചെയ്യാൻ? ഒന്നും കിട്ടണില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ
ടാസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളെന്താവില്ല, നാച്ചുറൽ പ്രകൃതി തന്നെ നമ്മളങ്ങനെ മടിയനാക്കും. ലാസ്റ്റ് ഫൈനൽ ലുക്കൊന്നും ഉണ്ടാവില്ല. നോക്കട്ടെ എന്താവുമെന്ന് ലാസ്റ്റ് കാണാം. ലാസ്റ്റ് ഗെയ്സ് നമുക്ക് ഇത് കിട്ടി, ബ്ലാക്ക് മെഷീൻ. നമ്മളപ്പോൾ ഒരു ഉസ്താദുണ്ട്, ഉസ്താദ് എന്താക്കി ചോദിച്ച് ഉസ്താദിൻ്റെ ലാസ്റ്റ് ബ്ലാക്ക് മെഷീൻ കിട്ടി. കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ശരിയാവാതെ എഴുതി വെച്ചിരുന്നു ഞാൻ. ഒക്കെ കണ്ടുപിടിച്ച് അൽഹംദുലില്ലാ ഇപ്പം ഇങ്ങനെ റെഡിയാക്കണം. പക്ഷെ ഞാൻ ഫസ്റ്റ് വരച്ചൊന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. റെഡിയാവും, റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. ഇന്ന് റെഡിയായി കിട്ടണം. ടാസ്ക്കാണ്, ടാസ്ക് എടുക്കാതൊന്നും നടക്കില്ലല്ലോ. നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ഇത് വരക്കാം, എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതട്ടെ, കുറച്ച് വിട്ട് എഴുതാല്ലേ. ഡിസ്ക്രൈബ് ചെയ്യാണ്, ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ഡിസ്ക്രൈബ് സംഭവം എഴുതണതേ ഇഷ്ടമാണ്, എഴുതിയാൽ മെച്ചാണ്. എഴുതാൻ ഭയങ്കര മടിയാണ്. അതാണ് ഗെയ്സ് ആകെ അവസ്ഥ. എഴുതുമ്പോൾ എന്തോര് നമ്മളിങ്ങനെ ചടപ്പം എഴുതിയേക്കണം. ഇന്നലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എഴുതി കാണുമ്പോൾ അത്ര എഴുതിയാലോ എന്നൊരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. എഡ്യൂക്കേഷൻ സംഭവം തിങ്കളാഴ്ചയാണ് അസൈൻമെൻറ്റ് സമർപ്പിക്കേണ്ടത്. കുറേ മുന്നേ തന്നിക്കണം അസൈൻമെൻറ്റ് സമർപ്പിക്കാനുള്ള ഡേറ്റും മറ്റു ഡീറ്റെയിൽസൊക്കെ മുന്നേ തന്നിക്കണം. പക്ഷേ രാവിലെ മദ്രസ് സ്കൂള് ഫുള്ള് തിരക്കുണ്ടാവും. അതിൻ്റെ ഉറപ്പും ഇല്ലാത്ത സമയത്ത് ഫുള്ള് ഫോണല്ലേ, ഫോൺ മരിക്കും. അങ്ങനെ ടൈം പോയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെന്താക്കി, ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിങ്ങനെ വെച്ചെടുക്കുക. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ 2 ആയി. ക്വസ്റ്റ്യൻ 3 എഴുതി കണ്ടിട്ടില്ലല്ലോ. സംഭവൻ്റെ ഹാൻഡ് റൈറ്റിങ് ഇങ്ങനെ വരുന്നത് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഇനി 3rd ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 3rd എഴുതി വെച്ചിട്ടുള്ള എക്സ്പ്ലെയിനാണ്. നേരെ എടുക്കാം. എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നില്ല. ഫുള്ള് ഒരു 2 എന്നെങ്കിൽ ചെയ്യണം. സംഭവം സിമ്പിളാണ്. അല്ലെങ്കിൽ നാളെ ചെയ്യാറല്ലേ, നാളെയും ടൈമുണ്ടല്ലോ. എടുക്കണം. റിസ്ക് എടുക്കാതൊന്നും നടക്കൂലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിക്കുമ്പേ അതുകൊണ്ടാവും ചങ്ങായി നല്ല ഉഷാറാണെന്ന്. എവിടെ മടിയൻ മല ചുമക്കുന്ന പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. ഇതൊക്കെ എഴുതി കഴിയണം. പിന്നെ പെയിൻറ്റ് ചെയ്യണം, കുറേ പണിയുണ്ട്. ഏതായാലും ഫൈനലായിട്ട് ശരിക്കും കാണാം.